കൊച്ചിയിലെ മട്ടാഞ്ചേരിക്കടുത്ത് റേഷൻ മൊത്തവ്യാപാരിയായ എൻ സുബ്രഹ്മണ്യന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിലാണ് 6 ടണ്ണിലധികം അരിയും ഗോതമ്പും ഭക്ഷ്യയോഗ്യമല്ലാതായത്. ജില്ലയിലെ പള്ളുരുത്തിയിൽ റേഷൻ മൊത്തവ്യാപാരം നടത്തുന്ന സജി ക്രമക്കേട് നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് എറണാകുളത്തെ മൊത്തവ്യാപാരിയായ സുബ്രഹ്മണ്യന്റെ ഗോഡൌണിൽ സൂക്ഷിക്കുകയായിരുന്നു 120 ടണ്ണിലധികം വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ. കഴിഞ്ഞ ദിവസം സജിക്ക് അനുകൂലമായി വിധി വന്നതിനെ തുടർന്ന് ഗോഡൌണിലെ ഭക്ഷ്യശേഖരം റേഷൻ ഡിപ്പോകളിലേക്ക് നീക്കാൻ തുടങ്ങി. അശാസ്ത്രീയമായി സൂക്ഷിച്ച ഭക്ഷ്യധാന്യങ്ങൾ പുഴുവരിച്ചും പ്രാണി നിറഞ്ഞും കണ്ടെത്തിയത് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരാണ്. ജില്ലയിലെ 114ലധികം റേഷൻ കടകളിലേക്ക് ഈ ഓണക്കാലത്ത് വിതരണത്തിനായി കൊണ്ടുപോകുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ കണക്കെടുക്കാൻ സിറ്റി റേഷനിംഗ് ഓഫീസറും റേഷനിംഗ് ഇൻസ്പെക്ടർമാരുമാണ് ഗോഡൌണിൽ എത്തിയത്. അത് ഇവിടെ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്തു എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. 1100 ക്വിൻ്റലിലേറെ ഇപ്പോൾ 14-ാം തീയതി 2 ലോഡ് പോയി, ഇന്നലെ 7 ലോഡ് പോയി, ബാക്കി എല്ലാം കൂടെ ഒരു 11,000 ക്വിൻ്റൽ. കേന്ദ്രവിഹിതമായ അരിക്കും ഗോതമ്പിനും കൂടുതൽ വില നൽകേണ്ടി വരുമ്പോഴാണ് അനാസ്ഥ കാരണം സാധാരണക്കാർക്ക് ലഭ്യമാകേണ്ട ഭക്ഷ്യധാന്യങ്ങൾ കേടായി നശിക്കുന്നത്. പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോൾ സർക്കാർ സാധാരണക്കാരന് കൊടുക്കേണ്ട അരിയും ഗോതമ്പുമെല്ലാമാണ് ഇവിടെ കിടന്ന് നശിക്കുന്നത്. മലയാളി ഒരുപക്ഷെ ഓണമുണ്ണുന്നത് ഈ അരി കൊണ്ട് തന്നെയായിരിക്കും. ക്യാമറമാൻ സുഗീവിനൊപ്പം പ്രിൻസ് പി വർഗീസ്, ഇന്ത്യ വിഷൻ, കൊച്ചി.